കോട്ടയത്ത് വോട്ട് ചോർന്നത് UDF-നാണെന്ന് ഇടതുമുന്നണി. UDF-ന് 3% വോട്ട് കുറഞ്ഞപ്പോൾ LDF-ന് നഷ്ടമായത് 1% വോട്ടുകൾ. പോരായ്മകൾ പരിശോധിച്ച് ഇടതുമുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് LDF നേതാക്കൾ വ്യക്തമാക്കി. കോട്ടയത്തെ തോൽവി LDF-ന്റെ അടിത്തറ ഇളക്കിയെന്ന് വരുത്താനാണ് UDF നീക്കം. എന്നാൽ ഇതിനെ കണക്കുകൾ നിരത്തിയാണ് LDF പ്രതിരോധിക്കുന്നത്. UDF-ന് ഈ പറഞ്ഞ വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നതിനേക്കാളും 3% വോട്ട് കുറവാണ് UDF-ന് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം 19 കിട്ടിയത് 4,21,052 വോട്ടാണെങ്കിൽ ഇത്തവണ UDF-ന്റെ സ്ഥാനാർത്ഥി കിട്ടുന്നത് 3,64,631. 56,427 വോട്ട് കുറവാണ് UDF-ന്. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും എന്ന് പറയും 3% കുറവാണ്. UDF-ന്റെ മുൻവർഷങ്ങളിലെ വോട്ടുകൾ എവിടെ പോയെന്ന് CPIM ജില്ലാ സെക്രട്ടറി AV റസൽ ചോദിച്ചു. നമ്മുടെ ജില്ലയിലേക്ക് വരുമ്പോൾ UDF-ന് ഇവിടെ നേതാക്കന്മാരെല്ലാം CPM-ന്റെ വോട്ടവിടെ, കേരള കോൺഗ്രസിൻ്റെ വോട്ടവിടെ, കേരള കോൺഗ്രസ് കൂടി വന്നപ്പോൾ നേരത്തെ കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ കൂടേണ്ടതല്ലേ എന്നുള്ള സാങ്കേതികത്വമൊക്കെ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചതായി ഞങ്ങൾ പത്രത്തിലൂടെ വായിച്ചു. UDF-ന് വോട്ട് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി എന്താ അവർക്ക് പറയാനുള്ളത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫിനും 2 MLA-മാരാണല്ലോ. അവർക്ക് എന്താ പറയാനുള്ളത്? ഇടതുമുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി BB വിനു പറഞ്ഞു. ജില്ലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഏറ്റവും യോജിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് പ്രകടമായി ബോധ്യപ്പെടുന്ന അനുഭവമാണ്. വളരെ ശക്തമായി വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ച നിലപാട്, മതനിരപേക്ഷ നിലപാട് തന്നെ എടുത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച് കോട്ടയത്ത് മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തുഷാറിന് ലഭിക്കേണ്ട BJP വോട്ടുകൾ എവിടെ പോയെന്നും LDF നേതാക്കൾ ചോദിക്കുന്നു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.